ചതിച്ചല്ലോ ദൈവമേ. ചതിച്ചത് ദൈവമല്ല, അമ്മ ചോറ് കൊടുത്ത് വളർത്തിയ എന്റെ അനിയനാ. അവൻ ചതിച്ചത് നമ്മളെ ആരെയല്ല, നെല്ലിശ്ശേരി സേതുമാധവൻ എന്നാ എന്റെ അച്ഛനെയാ. അവളുടെ കാറിന്ന് പിടിച്ചിറക്കി 4 കൊടുക്കാറുന്നില്ല ഏട്ടനെ. ഇത് അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ വിജയോ. സന്ദീപിന് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ മാറ്റത്തിന്റെ എല്ലാം പിന്നില് അവരായിരിക്കും കാരണമെന്ന് എനിക്ക് സംശയമുണ്ട്. എന്നാലും ഈ ചതി അവൻ നമ്മളോട് കാണിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്നേക്കാൾ കൂടുതൽ മനസ്സിൽ അവളോട് ശത്രുത കൊണ്ട് നടന്നവനവൻ. ഇപ്പോ അവളുടെ മുഖത്ത് നോക്കി അവൻ എങ്ങനെ ചിരിക്കാനും സംസാരിക്കാനും പറ്റുന്നു? അവള് കാറിലിരിക്കുമ്പോ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് അവൻ എങ്ങനെ വണ്ടി ഓടിക്കാൻ സാധിക്കുന്നു? അവളുടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ഭക്ഷണം അവൻ എങ്ങനെ തൊണ്ടയിൽ താഴോട്ടിറങ്ങും? അച്ഛന്റെ ആത്മാവ് അവനോട് ഈ ജന്മം ക്ഷമിക്കില്ല. നമ്മുടെ അച്ഛന് ഇങ്ങനൊരു മകൻ ഇല്ലാതിരിക്കുന്നതായിരുന്നു നല്ലത്. ഈ കുഞ്ഞിന് ഇത്രയ്ക്ക് ബുദ്ധിയും വിവരം ഇല്ലാതെ പോയാലും എന്റെ ഈശ്വരൻ. ബുദ്ധിയും ബോധവും ഇല്ലാതായി പോയതല്ല, അത് കൂടിയതിന്റെ കുഴപ്പമായത്. ഇനി മുതൽ അവനെ അനിയനായിട്ട് കാണാൻ എനിക്ക് സാധിക്കില്ല. നമ്മുടെ ശത്രുവിന്റെ കൂടെ കൂടുന്നത് സ്വന്തം സഹോദരനായാലും അച്ഛനായാലും അത് നമ്മുടെ ശത്രു തന്നെയാ. ഇനി അവനെ അങ്ങനെ കാണാനേ എനിക്ക് സാധിക്കൂ. എന്തൊരു നാണക്കേടാ ഇത്. എന്റെ മോളുടെ അച്ഛനാണെന്ന് പറയാൻ പോലും എനിക്ക് പറപ്പ് തോന്നുക. എന്തെങ്കിലും ഒരു ചതി പ്ലാൻ ചെയ്തിട്ട് തന്നെയായിരിക്കും അവൾ സന്ദീപേട്ടനെ കൂടെ കൂട്ടിയത്.